മിസ്റ്റർ ഹാഷ്മി, RSSൻ്റെ ആസ്ഥാനമായ നാഗപ്പൂരിൽ കോൺഗ്രസിൻ്റെ 139-ാം ജന്മദിനം ആഘോഷിച്ച ഒരു പാർട്ടിയെക്കുറിച്ചാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഇവിടെ പ്രതികരിച്ചത്. കോൺഗ്രസിൻ്റെ ഒരു നിലപാടെടുക്കണമെങ്കിൽ ഒരുപാട് സംസ്ഥാന നേതാക്കളുടെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ അഭിപ്രായം ആരായണം. CPM-നെ പോലെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാവുന്ന അത്രയും കൊച്ചു പാർട്ടിയല്ല കോൺഗ്രസ്. ഞാനത് CPM-നെ ചെറുതാക്കി കാണിക്കുകയല്ല. പക്ഷേ CPM-നെ നിലപാടെടുക്കാൻ എളുപ്പമാണ്, കോൺഗ്രസിന് നിലപാടെടുക്കാൻ ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് എളുപ്പമല്ല. അതാണ് ഇവിടെ തർക്കമായിട്ടുള്ളത്. കോൺഗ്രസിന് നിലപാടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്, അല്ലാണ്ട് അതിന് എത്ര സമയമെടുക്കുന്നു എന്നുള്ളതല്ല. എന്തായിരിക്കാം ആ തീരുമാനം? അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജ നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകുമോ? അതല്ല, പ്രധാനമന്ത്രി പോയ ശേഷം ഒരു വിശ്വാസികളുടെ പാർട്ടി എന്ന നിലയ്ക്ക്, ഭൂരിപക്ഷ വികാരം അംഗീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക്, ന്യൂനപക്ഷ ആശങ്ക അംഗീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇവിടെ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രശ്നം പറയുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിലുള്ള നിതീഷ് കുമാർ പോകുന്നില്ല എന്ന നിലപാട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ CPM-ന് ദേശീയ പ്രാധാന്യമില്ല എന്ന് തന്നെ വാദത്തിന് അംഗീകരിക്കൂ. ലാലു പ്രസാദ് യാദവ് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, മമത പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാൻ, ഇനി പോകുന്നില്ല എന്ന് വേണ്ട, പോകുന്നു എന്നൊരു നിലപാടെടുക്കാൻ ഇത്ര പ്രശ്നം എന്താണ് ശ്രീകുമാർ? അല്ലെങ്കിൽ പോകുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന തടസ്സം എന്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ആ പരിപാടിയിലേക്ക് പോകുന്നതിലൂടെ? 10 വോട്ടോ? അങ്ങനെ കമൽനാഥ് മുഖ്യമന്ത്രി ആവില്ലേ ഇപ്പോൾ ഇന്ന്? ശ്രീ ഹാഷ്മി, നിങ്ങൾ കോൺഗ്രസിനെ BJP-യും തമ്മിൽ താരതമ്യം ചെയ്യൂ, അല്ലാണ്ട് പ്രാദേശിക നിലവാരത്തിലുള്ള പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. കോൺഗ്രസിനെ BJP-യുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് BJP കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ ആയുധം, ആ ആയുധത്തിൻ്റെ മൂർച്ച കുറയ്ക്കാൻ കോൺഗ്രസിന് അവസരം കൊടുക്കണ്ടേ? ഒരു ആയുധത്തിൻ്റെ മൂർച്ച കുറയ്ക്കണമെങ്കിൽ, രാഷ്ട്രീയമായ ആയുധത്തിൻ്റെ മൂർച്ച കുറയ്ക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയം എടുക്കേണ്ടി വരും. ആ സമയത്തിനായി കോൺഗ്രസ് കാത്തിരിക്കുമ്പോൾ അതൊരു അവഹേളിക്കുന്ന രീതിയിൽ ആ പാർട്ടി എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അല്ല ശ്രീകുമാർ, ഇവിടെ ഇത് ആയുധമാണ് എന്ന് കോൺഗ്രസ് കരുതുന്നത് പോലും എങ്ങനെയാണ്? ഇപ്പോൾ ഇനി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ചടങ്ങിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ BJP-യുടെ പ്രധാന പ്രചരണ വിഷയമാകാൻ പോകുന്ന ചടങ്ങിലേക്ക് സോണിയാഗാന്ധി പങ്കെടുത്തു എന്ന് വെക്കൂ. എന്തു ഗുണം കോൺഗ്രസിനുണ്ടാകുമെന്നാണ്? സർ, ബാബരി അല്ലെങ്കിൽ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവർ ഇപ്പൊ സോണിയ അവിടെ പങ്കെടുത്താൽ എന്നാൽ കോൺഗ്രസിന് മാറ്റി കുത്തിയേക്കാന്ന് വിചാരിക്കുമോ? അത് BJP-ക്കല്ലേ വോട്ട് പോകൂ? വാട്ട് മേക്സ് ദ ഡിഫറൻസ്? ശ്രീകുമാർ, ഹാഷ്മി, ആ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കാനിരിക്കെ ഞാൻ പറഞ്ഞ കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജ ചെയ്യുന്ന സമയത്ത് അവിടെ പോകണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനെ നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അയോധ്യയിലത്തെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ ശേഷവും ആ ക്ഷേത്ര നിർമ്മാണം അവസാനിച്ച ശേഷവും ഉള്ള കോൺഗ്രസിൻ്റെ നിലപാട് ഒരു മാറ്റമില്ല. കാരണം ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ മതേതര ചിന്താഗതിയാണ് ഇന്നും കോൺഗ്രസിനുള്ളത്. നാളെ മെയ് മാസത്തിൽ അവിടെ മുസ്ലിം പള്ളി പണിയുമ്പോൾ ആ മുസ്ലിം പള്ളിയുടെ ഏതെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സനാതന ഹിന്ദുവിന്റെ സ്വാഭാവികമായ ആരാധനാ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ക്ഷേത്രവും ഒരു സ്വാഭാവികമായ വഴിയിലുണ്ടാകുന്ന ഒരു ക്ഷേത്രം എന്നൊക്കെയുള്ള നിലപാട് കോൺഗ്രസ് അങ്ങ് സ്വീകരിക്കുകയാണോ ശ്രീകുമാർ? കോടതി വിധി അങ്ങയുടെ മുന്നിലില്ലേ? കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങയുടെ മുന്നിലില്ലേ? ഇപ്പോൾ അവിടെ ഒരു പ്രശ്നപരിഹാരത്തിന് ക്ഷേത്ര നിർമ്മാണം എന്ന് സുപ്രീം കോടതി നിലപാടെടുക്കുമ്പോൾ പോലും കോടതി വിധിയിൽ പറയുന്ന വിയോജിപ്പുകൾ അങ്ങയുടെ മുന്നിലില്ലേ? അപ്പോൾ അതൊക്കെ രാഷ്ട്രീയമായി അങ്ങ് മറക്കാൻ കോൺഗ്രസിന് കഴിയും. ഒരു അസാധാരണ ക്ഷേത്രത്തിൽ പോയി വിശ്വാസികളുടെ വികാരത്തിനൊപ്പം പങ്കുചേരുന്നു കോൺഗ്രസ് എന്നൊരു നിലപാടെടുക്കാൻ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് എങ്ങനെ കഴിയും ശ്രീകുമാർ? ഹാഷ്മി, ഞാൻ അതാണല്ലോ പറഞ്ഞത്. ഇത് BJP ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നതാണല്ലോ ഇപ്പോൾ പ്രശ്നമായത്. അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലും കോൺഗ്രസ് നേതാക്കൾ പോകാറുണ്ടല്ലോ. പക്ഷേ ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ, രാമക്ഷേത്രത്തിൽ പോകണോ വേണ്ടയോ എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുക്കുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കാനാണ് സാധ്യത. പക്ഷേ അത് ഏത് സമയത്താണ്, ഏത് രീതിയിലാണ് എന്നത് കാത്തിരുന്ന് കാണുക. അതിനവർക്ക് സമയം കൊടുക്കേണ്ടി വരും. ഇവിടെ ഞാനൊരു കാര്യം അത് പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. CPI കഴിഞ്ഞ ദിവസം ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു. കേരളത്തിലെ ജനീവ CPI ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു. ആ മുഖപ്രസംഗത്തിൽ ക്ഷണക്കത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് ക്ഷണക്കത്ത് അയച്ചുകൊണ്ട് അത് ക്ഷണക്കത്ത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അത് തർക്ക വിഷയമാക്കാൻ സംഘപരിവാർ കാത്തിരിക്കുന്നു എന്നുള്ള വളരെ സുവ്യക്തമായ തീരുമാനം CPI എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ CPM എടുത്തതല്ല.
അവർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ? അത് BJPയെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് CPM എടുത്തത്. ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ന്യൂനപക്ഷത്തിന്റെ ആശങ്ക എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ന്യൂനപക്ഷത്തിന്റെ ആശങ്ക പരിഹരിക്കണമെങ്കിൽ കോൺഗ്രസിന് BJPയെ നേരിടണം. BJPയെ നേരിടണമെങ്കിൽ ഒരു ഭക്തി മാർഗത്തെ, ഒരു വിശ്വാസത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്ക് മൊത്തത്തിൽ കിട്ടിയ എത്ര ശതമാനം വോട്ടാണ്? ശ്രീകുമാർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം മൊത്തത്തിൽ നേടിയത് 39% വോട്ടാണ്. ശ്രീകുമാർ, അതിന് റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ NDA വിരുദ്ധരാണ്, അല്ലെങ്കിൽ NDAക്ക് വോട്ട് ചെയ്യാത്തവരാണ്. അവരെ പൂൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കലാണോ ചെയ്യേണ്ടത്, അതോ BJP വെക്കുന്ന കെണിയിലേക്ക് വളരെ ഭംഗിയായി വീണ് കൊടുക്കലാണോ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ഞാൻ